ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന തരൂരിനെയാണ് ഇപ്പോ കളത്തിൽ കാണുന്നത്. കോൺഗ്രസിന് ധിക്കരിച്ചായിരുന്നു തരൂർ കേന്ദ്ര സർക്കാരിന്റെ വിദേശ പര്യടന സംഘത്തിനൊപ്പം പോയത്. അതിൽ തന്നെ പ്രശ്നമായി. ആരെയൊക്കെയാ കൊണ്ടുപോകണ്ടേന്ന് ചോദിച്ചപ്പോൾ തരൂരിന്റെ പേര് കോൺഗ്രസ് മിണ്ടിയതേയില്ലല്ലോ. കൊണ്ടുപോയതിനെ എതിർത്ത് പരസ്യ പ്രതികരണം നടത്തിയും വിരട്ടിയും നേരിടാനിറങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിലാണ് തരൂരൊട്ട് വഴങ്ങിയതുമില്ല. ഡയറക്റ്റ് രാഹുൽ ഗാന്ധി തന്നെയാണ് തരൂരിന്റെ ലക്ഷ്യം. ഇനിയിപ്പോ എന്താ ചെയ്യാ? വേറൊന്നും ചെയ്യാൻ ആവത്തുമില്ല. കർശന നടപടി എടുക്കണമെന്നാണ് KPCCയുടെ തീരുമാനമായിരിക്കുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ഹൈക്കമാൻഡിന് പരാതി നൽകുമെന്നാണ് വിവരങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ ഓപ്പറേഷൻ സിന്ദൂർ വാദങ്ങളെ അമേരിക്കയിൽ വെച്ചാണ് തരൂർ തള്ളിപ്പറഞ്ഞത്. കീഴടങ്ങാൻ മോദിയോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടെന്നും അങ്ങനെയാണ് പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ അത് അങ്ങനെയൊന്നും അല്ലടേ എന്നാണ് തരൂർ അറിയിച്ചത്. പിന്നെ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നേരത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിലും രാഹുലിനെതിരെ പരാമർശമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ചരിത്രം പഠിക്കണമെന്നും പ്രതികരിക്കുന്നത് ചരിത്രബോധത്തോടെ വേണമെന്നുമായിരുന്നു വിമർശനം. VD സതീശന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പാർട്ടിയിൽ നിന്ന് നീതി കിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന തരൂർ തന്റെ കഴിവ് ഉപയോഗിക്കാത്ത നേതൃത്വമാണ് കോൺഗ്രസിലെന്നും UDF തുടർച്ചയായി മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കുമെന്നും പ്രതികരിച്ചിരുന്നു. അത് പിന്നെ സാമാന്യ ബോധത്തോടെ ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതും പ്രതിപക്ഷത്തിന് മാത്രം മനസ്സിലാകാതെ പോകുന്നതുമായ കാര്യം തരൂർ വിളിച്ചു പറഞ്ഞു. അത്രയേ ഉള്ളൂ. തരൂർ BJPയിലേക്ക് നേരിട്ട് തൽക്കാലം പോകില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകൾ ഉള്ളത്. തരൂരിന്റെ ലക്ഷ്യം ഇപ്പോൾ വിദേശകാര്യ ഉന്നത സ്ഥാനവും 2027 ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ കാലാവധി അവസാനിച്ചാൽ ആ കസേരയുമാണെന്നാണ് കോൺഗ്രസിന്റെ ഒരു വെപ്പ്. തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ അടുത്ത വൃത്തങ്ങളിൽ സൂചന നൽകിയതും കോൺഗ്രസിന്റെ നേതാക്കളുടെ സംശയത്തെ ബലപ്പെടുത്തുന്നുണ്ട്. എന്താകോ എന്തോ. എന്നതായാലും കോൺഗ്രസ് അപ്പോഴും ഇപ്പോഴും എപ്പോഴും ട്രാപ്പിൽ തന്നെയാണ്.